നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അങ്കമാലിയിലുള്ള സിസ്റ്റർ പ്രീതി മേരിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീയാണ് പ്രീതി മേരി. പിന്നീട് ജാമ്യം ലഭിച്ചിരുന്നു. വിഷയത്തിൽ സുരേഷ് ഗോപി പ്രതികരിക്കുകയോ കന്യാസ്ത്രീകളുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയോ ചെയ്യാതിരുന്നത് വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതിനിടയിലാണ് സുരേഷ് ഗോപി സിസ്റ്റർ പ്രീതി മേരിയുടെ വസതിയിലെത്തിയത്. കോതമംഗലത്തേക്കുള്ള യാത്രക്കിടെയാണ് സുരേഷ് ഗോപി കന്യാസ്ത്രീയുടെ വസതിയും സന്ദർശിച്ചത്. പ്രീതി മേരിയുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ചു. സുരേഷ് ഗോപി തങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടുണ്ടെന്ന് നേരത്തെ കന്യാസ്ത്രീയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞിരുന്നു. ജാമ്യം ലഭിച്ചെങ്കിലും കന്യാസ്ത്രീ ഇപ്പോഴും ഛത്തീസ്ഗഡിൽ തുടരുകയാണ്. അവരുടെ അങ്കമാലിയിലെ വീട്ടിൽ മാതാപിതാക്കളും സഹോദരനുമാണുള്ളത്. അസീസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസി സമൂഹത്തിൽ അംഗങ്ങളായ സിസ്റ്റർ പ്രീതി മേരിയും തലശ്ശേരി സ്വദേശി സിസ്റ്റർ വന്ദന ഫ്രാൻസിസും ജൂലൈ 25-നാണ് അറസ്റ്റിലായത്. ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന കന്യാസ്ത്രീകൾ വീട്ടുജോലിക്കായി 3 പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു അറസ്റ്റ് നടന്നത്. പെൺകുട്ടികളിൽ ഒരാളുടെ സഹോദരനും സ്റ്റേഷനിലെത്തിയിരുന്നു. നിർബന്ധിത മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് ബജ്രംഗ് ദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടയുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നു. പെൺകുട്ടികളിൽ ഒരാൾ സമ്മതപ്രകാരമല്ല എത്തിയതെന്നും ഇവർ ആരോപിച്ചു. മനുഷ്യക്കടത്ത്, മതപരിവർത്തനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കന്യാസ്ത്രീകൾക്കെതിരെ കേസെടുത്തത്. തുടർന്ന് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്ത കന്യാസ്ത്രീകളെ ദുർഗിലെ ജയിലിൽ തടവിലാക്കുകയായിരുന്നു. അറസ്റ്റിലായി 9 ദിവസത്തിന് ശേഷമാണ് ദുർഗിലെ ജയിലിൽ നിന്നും ഇരുവരും പുറത്തിറങ്ങിയത്. തൃശൂർ വോട്ടർ പട്ടിക ക്രമക്കേട് ആരോപണത്തിൽ പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും ഈ ഒരു അവസരത്തിൽ രംഗത്ത് വരികയാണ്. സുരേഷ് ഗോപിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ചില കൂട്ടർ നടത്തുന്ന ഒരു വേളയിലാണ് രാജീവ് ചന്ദ്രശേഖരും തന്റെ അഭിപ്രായം പറഞ്ഞുകൊണ്ട് വിമർശിച്ച് രംഗത്ത് വരുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനാണ് രാഹുൽ ഗാന്ധിയും പിണറായി വിജയനും നടക്കുന്നതെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു. വ്യാജ വോട്ട് ആരോപണത്തിന്റെ മെറിറ്റിലേക്ക് ഇല്ലെന്നും പരിശോധിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുകയാണ്. 10 കൊല്ലം ജനങ്ങളെ ദ്രോഹിച്ച് സർക്കാർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയാണെന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിക്കുന്നു. ജനങ്ങളെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി കൊടുക്കുകയാണ് ആക്ഷേപമുള്ളവർ ചെയ്യേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അവരുടെ ബി ടീമാണ് CPIM. 1.5 കൊല്ലം മുമ്പ് നടന്ന സുരേഷ് ഗോപിയുടെ വിജയം എങ്ങനെ ഇപ്പോൾ ചർച്ചയാകുന്നുവെന്ന് ചോദിച്ച രാജീവ് ചന്ദ്രശേഖർ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും മുഖ്യമന്ത്രിയും പല നാടകങ്ങളും നടത്തുമെന്നും ആരോപിച്ചു. 70,000 വോട്ടിൽ ജയിച്ച സുരേഷ് ഗോപിയുടെ വിജയത്തിൽ ഇന്ന് എന്തിനാണ് ഒരു വിവാദം? 6 അല്ല 11 വോട്ടിന്റെ കാര്യമായാലും 70,000 വോട്ടിന്റെ അത്രയും വരില്ലല്ലോ. നുണ പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കുകയാണ്. പകുതി നുണയും പകുതി സത്യവും വെച്ച് പ്രൊപ്പഗൻഡ ചെയ്യുകയാണ്. ഫ്ളാറ്റിലെ വോട്ട് ചേർക്കലിൽ ക്രമവിരുദ്ധത കാണുന്നില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സർക്കാരിന്റെ പോക്കറ്റ് ആണെങ്കിൽ കോടതിയുണ്ടല്ലോ. എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ലെന്നും സുരേഷ് ഗോപിയോട് ചോദിക്കണമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ഓരോന്നും പറയുന്നത്. കഴിഞ്ഞ 10 വർഷം ജനങ്ങളെ ദ്രോഹിച്ച സർക്കാർ ശ്രദ്ധ തിരിക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ നടത്തുന്നത്. നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. കോടതിയോ കമ്മീഷനോ പറഞ്ഞാൽ തെളിവുകൾ നൽകാൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെക്കാനില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ട് ക്രമക്കേട് ആരോപണങ്ങൾക്കിടെ കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപി തൃശൂരിൽ എത്തിയപ്പോൾ പ്രതിഷേധം കൂടുകയായിരുന്നു ചെയ്തത്. അദ്ദേഹം വന്ദേഭാരത് എക്സ്പ്രസിലാണ് രാവിലെ 9:30 തൃശൂരിലെത്തിയത്. റെയിൽവേ സ്റ്റേഷനിൽ ഇത്രയും പ്രതിഷേധം നടക്കുമ്പോഴും അദ്ദേഹത്തെ മുദ്രാവാക്യ വിളികളോടെയാണ് BJP പ്രവർത്തകർ വലിയ സ്വീകരണം നൽകി അദ്ദേഹത്തെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ സുരേഷ് ഗോപി തയ്യാറായിരുന്നില്ല. കനത്ത പോലീസ് സുരക്ഷാ സന്നാഹത്തോടെയാണ് സുരേഷ് ഗോപി റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് പോയത്. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ സുരേഷ് ഗോപി ഇന്നലെ രാത്രി CPM ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പരിക്കേറ്റ BJP പ്രവർത്തകരെ കാണാൻ പോവുകയായിരുന്നു. അശ്വിനി ആശുപത്രിയിലാണ് BJP പ്രവർത്തകർ ചികിത്സയിൽ കഴിയുന്നത്. പ്രവർത്തകരുടെ ആരോഗ്യ വിവരങ്ങൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു. ആശുപത്രിയിൽ എത്തിയപ്പോൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി നൽകിയില്ല. എന്നാൽ ചികിത്സയിൽ കഴിഞ്ഞ BJP പ്രവർത്തകരെ സന്ദർശിച്ച ശേഷം പുറത്തിറങ്ങിയ സുരേഷ് ഗോപി ഇത്രത്തോളം സഹായിച്ചതിന് നന്ദി എന്ന് മാത്രം പ്രതികരിക്കുകയായിരുന്നു. ആശുപത്രി സന്ദർശനത്തിന് ശേഷം സുരേഷ് ഗോപി CPM BJP പ്രവർത്തകർ ആക്രമിച്ച തൃശൂർ ചേറൂരിലെ MP ഓഫീസിലും എത്തി. മുൻ ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, ജില്ലാ നേതാവ് ഹരി എന്നിവർ തുടങ്ങിയവർ സുരേഷ് ഗോപിയുമായി ചർച്ച നടത്തി. സുരേഷ് ഗോപിയുടെ ഓഫീസിന്റെ നേർക്കുണ്ടായ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് BJP പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാർച്ചിൽ സുരേഷ് ഗോപിയും പങ്കെടുത്തേക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ മാസം 17-നാണ് സുരേഷ് ഗോപി ഒടുവിൽ തൃശൂരിലെത്തിയിരുന്നത്.
വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾക്കെതിരെ ബി.ജെ.പി. ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയാണ്. ക്രമക്കേട് ആരോപണം പാർട്ടി തള്ളിയിരുന്നു. 27 ദിവസങ്ങൾക്ക് ശേഷമാണ് സുരേഷ് ഗോപി സ്വന്തം മണ്ഡലത്തിലെത്തിയത്. രാവിലെ 9:30 അദ്ദേഹം വന്ദേ ഭാരതിൽ എത്തിയത്. കഴിഞ്ഞ മാസം 17 സുരേഷ് ഗോപി ഒടുവിൽ തൃശൂരിലെത്തിയത്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു. സുരേഷ് ഗോപിയെ കൂട്ടം ചേർന്ന് ആക്രമിക്കുന്ന സ്ഥിതിയായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. ഇതിനിടയിൽ അതീവ സുരക്ഷയോട് കൂടിയിട്ടാണ് അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതും പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയതൊക്കെ തന്നെ കാത്തുനിന്ന ബി.ജെ.പി. പ്രവർത്തകർ ധീര വീര സുരേഷ് ഗോപി ധീരതയോടെ നയിച്ചോളൂ എന്ന മുദ്രാവാക്യം വിളിച്ചാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അതേസമയം മാധ്യമങ്ങളെ കാണാൻ മടിക്കുകയാണ് മന്ത്രി. അദ്ദേഹം മൗനം തുടരുകയാണ്. അദ്ദേഹം ബി.ജെ.പി. പ്രവർത്തകരോട് മാത്രമാണ് സംസാരിച്ചിട്ടുള്ളതും അതും പരിക്കേറ്റ ആളുകളോട് മാത്രമാണ് സംസാരിച്ചിരിക്കുന്നത്. ഒറ്റ വാക്കിൽ മാത്രമാണ് മാധ്യമങ്ങളോട് ഉത്തരം പറഞ്ഞത്. ഇനി ഒരുപക്ഷെ അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും വേറെ ഒരു മാധ്യമവും ചോദ്യങ്ങൾ ആരാഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല. കാറിൽ കയറി വേഗത്തിൽ പോവുകയാണ് ചെയ്തിരിക്കുന്നത്. പോലീസ് ലാത്തി ചാർജ് നടത്തി പരിക്കേറ്റ് ആശുപത്രിയിലുള്ള പ്രവർത്തകരെയാണ് അദ്ദേഹം കണ്ടിരിക്കുന്നത്. ഏതായാലും അവിടെ നിന്ന് മടങ്ങും വഴിയാണ് മാധ്യമങ്ങളോട് നന്ദി പറഞ്ഞുള്ള പ്രതികരണം വന്നിരിക്കുന്നത്. പല ചോദ്യങ്ങളും പലരും ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും തന്നെ അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഓഫീസ് കരിയോയിൽ പ്രതിഷേധം നടന്നതിന്റെ പിന്നാലെ തന്നെ അതിരൂക്ഷമായിട്ടാണ് വലിയ രീതിയിൽ ബി.ജെ.പി. അടക്കം ഇതിനെതിരെ പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും സഹോദരന്റെയും ഡ്രൈവറുടെയും വോട്ട് ക്രമക്കേട്, കന്യാസ്ത്രീകളുടെ അറസ്റ്റ് തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് മാധ്യമങ്ങൾ ഉയർത്തിയത്. എന്നാൽ ഇതിലൊന്നും നിലപാട് പറയാതെ ഓടുകയാണ് സുരേഷ് ഗോപി ചെയ്തിരിക്കുന്നത്. ഓരോ സ്ഥലത്ത് എത്തുമ്പോഴും ബി.ജെ.പി. പ്രവർത്തകരുടെ വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ നടക്കുന്ന ആരോപണങ്ങൾക്കെതിരെ ഇന്ന് പ്രതിഷേധം നടക്കുകയാണ്. അതിനിടയിലേക്കാണ് അദ്ദേഹം വന്നിറങ്ങിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു നടപടിയില്ല. ഏതായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പ്രതിഷേധം നടന്നതിന് മറുപടി എന്ന നിലയിലും രാത്രി CPM ഓഫീസിലേക്ക് ബി.ജെ.പി. മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു ലാത്തിചാർജും മറ്റുമുണ്ടായി ചില പ്രവർത്തകർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്രയേറെ പ്രതിഷേധങ്ങൾ ആളിക്കത്തുന്നതിനിടയിലാണ് അദ്ദേഹം ഇന്ന് തൃശ്ശൂരിൽ എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതിന് പിന്നാലെ തന്നെ അദ്ദേഹം എന്തെങ്കിലും മറുപടി പറയുമോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി എടുക്കുമോ എന്നുള്ള കാര്യത്തിലൊന്നും വ്യക്തതയില്ല. അത് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും.